പറ്റൂല. അപ്പൊ കുഴപ്പമില്ല. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് വാഴയിലൊക്കെ പിടിച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ, വാ നമുക്ക് കാണാം. ഇത് നല്ല രസമുണ്ടല്ലേ. ഇത് ഫിലോഡൻഡ്രോൺ ആണ്, വേരിഗേറ്റഡ്. ഇത് നമ്മളൊരു പഴയ ബാത്റൂം ഉണ്ട്, അതിൻ്റെ ബാക്കിൽ വളർത്തിയാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ നിന്നിട്ട്, അതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തപ്പം. അപ്പം ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, എന്നിട്ട് വാഴൻ്റെ ഇലയിലുള്ള പരിപാടിയൊക്കെ നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം ബട്ടർ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ മോന് വന്നിട്ടുണ്ട് കേട്ടോ, 2 ദിവസത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 500 ഗ്രാം ചിക്കനാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ക്യുമിൻ പൗഡർ, നല്ല ഫൈനാക്കി പൊടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനിത് തലേന്ന് സെറ്റാക്കി വെച്ച്, നമുക്ക് രാവിലെ ഈസി ആവുമല്ലോ പിന്നെ കുക്ക് ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചാൽ മതി. സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ ഇരുന്നോട്ടെ, അപ്പോൾ ഒന്നും കൂടെ നല്ലതല്ലേ. ഇനിയിപ്പോൾ തലേന്ന് രാവിലെ ഒരു 6-6:30 ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. പിറ്റേന്ന് രാവിലെ കുറച്ച് സുഖമില്ലാത്തൊരു വയ്യായികൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിൽ വന്നത്. പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു കഷ്ണം ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൻ്റെ ഫ്രണ്ടിൻ്റെ നിക്കാഹിന് വന്നതായിരുന്നു കേട്ടോ അവന്. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയിൽ വന്നിട്ട് ശനിയാഴ്ച രാത്രിയിൽ പോയും ചെയ്ത്. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ നല്ല കമൻസും ലൈക്കും ഒക്കെ തന്നിട്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. പിന്നെ കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ കമൻസും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ മറ്റൊരു പാനും കൂടെ അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കണം അതേ പാനിൽ തന്നെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് വേറൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിച്ചുവിന് പോകാനുണ്ട്, അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 2 ഇടത്തരം സവാളയാണ് എടുത്തത് കേട്ടോ. നല്ല വലുതുമല്ല നല്ല ചെറുതുമല്ലാത്ത 2 സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടൊമാറ്റോ, നല്ല ചെറുതല്ല നല്ല വലുതുമല്ലാത്ത അത്യാവശ്യം വലുപ്പമുള്ള 2 ടൊമാറ്റോ. നല്ല കളറുള്ള നല്ല പഴുത്ത ടൊമാറ്റോ വേണം കേട്ടോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ. ബട്ടർ ചിക്കന് നല്ലൊരു കളറല്ലേ ഉണ്ടാക്കുമ്പം. അപ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ, നല്ല കളറുള്ള ടൊമാറ്റോ നോക്കി എടുക്കാം. ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, പെർഫെക്റ്റ് റെസിപ്പിയാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. ഇതേ മെഷർമെൻറ്റിൽ എല്ലാം എടുത്തിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊന്നും അധികം ഇല്ലാത്ത ഡിഷല്ലേ, അപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1/4 ടീസ്പൂണ് ക്യുമിൻ സീഡും, 1/4 ടീസ്പൂണ് ഗരം മസാലയും, 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളപ്പിക്കാതെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചൊഴിക്കുമ്പോൾ പിന്നെ വേഗം കുക്കായി കിട്ടുമല്ലോ. ഇതിലേക്ക് ഒരു 20 അണ്ടിപ്പരിപ്പ് കാഷ്യൂനട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് നല്ലോണം സോഫ്റ്റായി വെന്ത് വന്നോട്ടെ. ചിക്കൻ വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ ഒക്കെ കട്ട് ചെയ്തിടാം കേട്ടോ. എന്തായാലും ബോൺലെസ് ചിക്കനാണ് ബട്ടർ ചിക്കന് നല്ലത്. ഇപ്പോൾ നമ്മളെ മസാല ഇതാ നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടാണ്. വേണമെങ്കിൽ അരിച്ചെടുക്കുക, അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളമാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും പിന്നെ 1 കപ്പ് ഫ്രഷ് ക്രീമും പിന്നെ കസൂരി മേത്തിയും കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കട്ടോ. ഉലുവൻ്റെ ഇലയാണ് കസൂരി മേത്തി. അപ്പോൾ അത് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് പൊടിച്ചാൽ തന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്കൊരു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് ഇനി മല്ലിയില മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും പിന്നെ നാൻ
പിന്നെ എന്താ പൊരിച്ച പത്തിരീൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇവിടെ എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ബട്ടർ ചിക്കൻ. ഇനി നമുക്ക് വെള്ളപ്പം കൂടെ ഉണ്ടാക്കാം. വെള്ളപ്പത്തിന് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി, അതിലേക്ക് 1 കപ്പ് തേങ്ങ, 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ, പിന്നെ 1 കപ്പ് അവൽ, വെളുത്ത അവലുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ചേർത്തത്. അതിന് പകരം നമുക്ക് എന്താ പറയുക ചോറ് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ അവലെപ്പോഴും വെക്കും. അവലാവുമ്പോൾ പിന്നെ ചോറില്ലെങ്കിലും, ചോറ് എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ, ചോറില്ലെങ്കിലും അവൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. കഴിഞ്ഞ വീഡിയോയിലെ കമൻസിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണേ, പിന്നെ വേഗം വേഗം വീഡിയോ ഇടണേ എന്നൊക്കെയാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ, ആഴ്ചയിൽ ഒരു 2-3 വീഡിയോ എങ്കിലും ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിന്. എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇതായിട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോണതാണ്. അപ്പം നോക്കട്ടെ, ആഴ്ചയിൽ 2 വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം. സന്തോഷമാണ് കേട്ടോ നിങ്ങളെ ഈ ഓരോ കമൻറ്റും കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തതിന് അവർക്ക് അത്രയും സന്തോഷമായി. നെയിൽ ഏത് മൈലാഞ്ചിയാണോ അതോ നെയിൽ പോളിഷാണോ ഇടണമെന്ന് ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് അത്രയും സമയം ചിലവഴിച്ച് വീഡിയോ കണ്ട് എന്നിട്ട് അതിന് കമൻ്റ് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിനെന്തായാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയല്ലേ, കുറച്ചും കൂടെ ഫ്രഷ് ക്രീമും കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആവും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈസിയാണ് ഉണ്ടാക്കാൻ. എളുപ്പത്തിലൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക, എന്നിട്ട് അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക, പെട്ടെന്ന് നമുക്ക് ബട്ടർ ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ചപ്പാത്തി വേണം കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ വേറെ എന്ത് കടികൾ ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാവും, ഇവിടെ സ്റ്റോക്കാവും ചപ്പാത്തി. അപ്പോൾ ബട്ടർ ചിക്കനും വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കിയതാണ്. സവോളയും ക്യാരറ്റും പിന്നെ തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റും. പിന്നെ അതൊന്നും ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ എടുക്കും കേട്ടോ ബട്ടർ ചിക്കന്. അങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ കറികളോ അങ്ങനത്തതൊന്നും വലിയൊരു ഇഷ്ടമല്ല. നാടൻ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പം മോന് പറയുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിരിക്കണം ബട്ടർ ചിക്കൻ. അങ്ങനെ നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്ന് ഞാൻ കുറച്ച് സമയം കിടന്നിട്ടാണ് കേട്ടോ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് വ്യായികളുള്ളൊരു ദിവസമാണെന്ന്. നമ്മളിന്ന് ലഞ്ചിന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, മോന് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നായിരുന്ന റൈസ് ഏതെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട. പിന്നെ ആണെങ്കിൽ നമുക്ക് നല്ല പെടക്കണ ഫിഷും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചെന്നാൽ പൊതിച്ചോറും ഉണ്ടാക്കാം, ഫിഷ് ഫ്രൈ ആക്കാം. അങ്ങനെ വാഴയിലൊക്കെ വെട്ടിയപ്പം അവൻ പറഞ്ഞ് വീഡിയോ എടുത്തരാം, ഇൻട്രോ ഒക്കെ ഇവിടെ നിന്ന് എടുക്കാം, പിന്നെ തംബ്നെയിൽ എടുക്കുക. അപ്പോൾ ഞാൻ തംബ്നെയിൽ ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വാഴയിലൊക്കെ തലയിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ക്ലീനിങ് ഒക്കെ ഞാൻ തലേന്ന് നല്ല അടിപൊളിയായിട്ട് ഫുള്ള് ക്ലീനാക്കി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ മോന് വരുന്ന കാരണം അവൻ്റെ റൂം ഫുള്ളായിട്ട് ജനല് വാതിൽ ബാത്റൂം ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ദിവസം നമുക്ക് നല്ല വയ്യായിക ക്ഷീണം ഒക്കെ ഉള്ള ദിവസവും. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം 11-11:30 വരെയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ പോയി കിടന്നത്. ഇനിയിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേന കറി വെക്കുകയാണ്. അപ്പം അത് കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളല്ലോ. അപ്പോൾ അത് കുക്കറിൽ വെച്ച് ചോറും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ഉള്ള വെജിറ്റബിൾസ്. എന്നിട്ട് നമ്മളിതിൻ്റെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. മീൻ കട്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഒരു പാത്രത്തിലാക്കിയാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്നാകെ പരന്ന് നിരന്ന് കെടുക്കില്ല. നമുക്ക് ക്ലീൻ ആക്കാനും ഈസിയാണ്, കൊട്ടാനും ഒഴിവാക്കാനും വേസ്റ്റ് ഒഴിവാക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് തന്നെ ആക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കറിയിലേക്കുള്ളതും പിന്നെ നമുക്ക് ചമ്മന്തി അരക്കാനുള്ളതൊക്കെ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ തൊലി കളയാൻ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്.
കറി വെക്കുന്നത് ചേനയാണ്. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളി ഒഴിച്ചു കൊടുത്ത് പിന്നെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത്. പച്ചമുളക് നല്ല വെന്തുടങ്ങി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. നല്ല പെടക്കണ ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. കേര ഫിഷാണിത്. അപ്പോൾ അത് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ മീനാണ്. ഞാനിപ്പം ഗ്രില്ല് ചെയ്യണില്ല. അപ്പം നല്ല പെടക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജീവനോടെ മുറിക്കാനൊന്നുള്ള ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ. എനിക്കറിയില്ല. ഞാൻ അത് വെച്ച് കുറേ ടൈം അവിടെ പുറത്ത് വെച്ചിട്ട് ജീവനൊക്കെ പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. മോന് വരുന്നതല്ല, അപ്പോൾ അവന് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ എന്നാൽ ബുധനാഴ്ച കിട്ടിയതാണ് കേട്ടോ. വ്യാഴാഴ്ച അല്ലേ മോന് വന്നത്, വെള്ളിയാഴ്ചയാണ് നമ്മൾ ഫിഷ് ഉണ്ടാക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയിലാണ് അവന് വന്നത്. അപ്പം ഞാനും ഫിഷും കൂടെ ഒരു മൽപ്പിടുത്തൊക്കെ നടത്തുന്നുണ്ട്. ഫിഷിന് ജീവനൊന്നുമില്ല ഇപ്പം, പക്ഷേ എനിക്ക് അങ്ങനെ വലിയ മീനൊന്നും ഞാൻ അങ്ങനെ കട്ട് ചെയ്യലില്ല. കട്ട് ചെയ്തിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ആരെങ്കിലും കട്ട് ചെയ്ത് തരിക ചെയ്യലാണ്. അപ്പോൾ ഇത് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ടാ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ അതിന് മസാല പുരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ഫിഷാണോ അതിനനുസരിച്ചിട്ട് മസാല ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനീഗർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കുകയാണ്. പിന്നെ പെരുംജീരകം, ചെറിയ ഉള്ളി, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കൂലേ മീൻ കായം തേക്കാൻ. അങ്ങനെയുള്ള മസാല ഇവിടെ അത്ര ഇഷ്ടമല്ല. ഇവിടെ അങ്ങനെ ആ മീനിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കൂടുതൽ മസാലകളൊന്നും വേണ്ടാന്ന് പറയും. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ മസാല ഉണ്ടാക്കൽ. എപ്പോഴും മീൻ ഫ്രൈ ആക്കുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാനൊരു പൂതിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഒരു മസാലയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ചെമ്പല്ലിയാണ്. അപ്പോൾ 2 ഐറ്റം മീൻ ഉണ്ടായിരുന്നു. ചെമ്പല്ലി ഉണ്ടായിരുന്നു, പിന്നെ കേര ഫിഷും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വിധം കുഴപ്പമില്ലാതെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് മസാല തേച്ച് കൊടുക്കാം. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച ഗ്ലൗസ്. വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഗ്ലൗസ് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഗ്ലൗസിൻ്റെ ബോക്സ് അടക്കം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കട്ടെ. ഇത് കുഴപ്പമൊന്നുമില്ല. അവിടെ അടുത്തുള്ള ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ മീഷോയിൽ നിന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതത്ര പോരാ, വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ നമ്മൾ കിച്ചൺ ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണ ഗ്ലൗസ് ആകുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ കയറി കിടക്കുമല്ലോ. അതാകുമ്പോൾ അകത്തേക്ക് വെള്ളമൊന്നും കയറൂല. പിന്നെ ഇതാവുമ്പോൾ നമുക്ക് വേഗം ഒഴിവാക്കാം. ഡിസ്പോസിബിൾ അല്ലേ, ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാം. എന്തായാലും ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ പണികളും ചെയ്യുമ്പോൾ അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നൂല. ഓരോ പണികളിങ്ങനെ ചെയ്യുമ്പോഴും ഗ്ലൗസ് ഇടാനും അയക്കാനും എല്ലാം നിൽക്കുമ്പം അപ്പം കയ്യിന് നല്ലൊരു പ്രശ്നമുള്ളതാണ്. ഇപ്പോൾ നല്ല കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അലർജീൻ്റെ ഒരു പ്രശ്നമാണ്, നല്ല കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഇടണത് നല്ലതൊക്കെ ആണെങ്കിലും ഗ്ലൗസ് ഇട്ട് പണികളിങ്ങനെ ചെയ്യുമ്പോൾ അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നലില്ല. ഇനി ചമ്മന്തി റെഡിയാക്കാൻ വറ്റൽമുളകും ചുവന്നമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം ചുവന്നമുളകും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് തേങ്ങയും പിന്നെ നമ്മൾ വറുത്തെടുത്ത ചെറിയ ഉള്ളി, കറിവേപ്പില, പുളി പിഴിഞ്ഞൊഴിക്കുക. വേണമെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡിയായി. ഇനി ഉപ്പേരിക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് വാഴയിലൊന്ന് വാട്ടിയെടുക്കണം. പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാഴയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ കമൻറ്റിൽ നമ്മൾ ഹോം ടൂർ ചെയ്യോ കിച്ചൺ ടൂർ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ കിച്ചൺ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടിക്കോളും. ഹോം ടൂർ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് ഹോം ടൂർ ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ 20 വർഷം പഴക്കമുള്ള വീടാണ്. നമ്മളെ വീട് റിനോവേഷൻ ചെയ്തിട്ട് 8 വർഷം കഴിഞ്ഞ്. അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ മുറ്റം ഒന്ന് ശരിയാക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണത്. ഹോം ടൂർ ചെയ്യുമ്പം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ബോഗൻവില്ല കട്ട് ചെയ്യണത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിച്ച് മഴ മാറിയിട്ടില്ല. നല്ല മഴയല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പം മഴ ഒന്ന് പോയതിന് ശേഷം ബോഗൻവില്ല കട്ട് ചെയ്യുക. അപ്പോൾ കാണിക്കണ്ട കേട്ടോ. പിന്നെ ചെടികൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ചെടികളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കുറേശ്ശെ ആയിട്ട് കാണിക്കാം. നമ്മളെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, റീഓർഗനൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പേരികൾ ഉണ്ടാക്കിയെടുക്കാം. ക്യാരറ്റും പയറും കൂടെ ഒരു ഉപ്പേരിയും പിന്നെ കോവയ്ക്ക ഉപ്പേരിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്പേരികളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കട്ടോ. പൊതിച്ചോറിലേക്ക് ഞാനിപ്പം കോവയ്ക്കയിലേക്ക് കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, സവാള, പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം കൂടി കൂട്ടിപ്പൊടിച്ച മല്ലിപ്പൊടിയാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും പച്ച പയറും കൂടെയാണ് കേട്ടോ ഒരു ഉപ്പേരിയാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ കട്ടിംഗ് ബോർഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അധിക വീഡിയോയിലും ചോദിക്കാറുണ്ട് കേട്ടോ ഈ കട്ടിംഗ് ബോർഡ് എവിടെ നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനാണോ, ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ 2 കട്ടിംഗ് ബോർഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എപ്പോഴും ഞാൻ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ മറ്റേത് 2 ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇനി നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം. അപ്പം നല്ല ചൂടുള്ള നല്ല ആവി പറക്കണ ചോറ് വേണം കേട്ടോ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ചോറ് എപ്പോഴും കുറച്ച് കഴിക്കണം. അപ്പം മോന് പറയാണ് ചോറ് എപ്പോഴും കുറച്ച് കഴിക്കണം, അതിൻ്റെ സൈഡായിട്ട് വെജിറ്റബിൾസും ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ കഴിച്ചാലും ചോറിൻ്റെ അളവ് കുറക്കണം എന്നാണ് പറയണത്. അങ്ങനെ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒക്കെ വെച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മീൻ ഉണ്ടാകുമ്പോൾ മുട്ട പൊരിച്ചത് ഉണ്ടാക്കലില്ല. ഇന്നിപ്പം വീഡിയോ എടുക്കല്ലേ പൊതിച്ചോറ് ഉണ്ടാക്കല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പൊതിച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും മീൻ ഉണ്ടെങ്കിൽ മുട്ട പൊരിച്ച് വെക്കലില്ല. അപ്പോൾ വീഡിയോ എടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഒരു രസമല്ലേ അങ്ങനെ കാണുമ്പം. പൊതിച്ചോറാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും ഉപ്പേരികളും ചമ്മന്തിയും അച്ചാറും അങ്ങനെ. അപ്പോൾ നമ്മളെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടോ. കീറിപ്പോവോ കീറിപ്പോവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ കീറിയൊന്നും പോയിട്ടില്ല. നല്ല വൃത്തിയായിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട്. എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരു രസമല്ലേ. പിന്നെ കുറച്ച് സമയമെങ്കിലും ഇരിക്കണം കേട്ടോ, ഒരു 2 മണിക്കൂറെങ്കിലൊക്കെ ഇരിക്കുമ്പോഴാണ് ആ വാഴയിലൻ്റെ ആ ടേസ്റ്റൊക്കെ ഇറങ്ങി വരിക. ഇപ്പോൾ ഇത് കുറേ സമയമൊന്നും എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല, 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പൊതിച്ചോറൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഫിഷ് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കണം കേട്ടോ. നിച്ചുവിന് പൊതിച്ചോറ് റെഡിയാക്കിയിട്ടില്ല, അവൾ സ്കൂളിൽ പോയതല്ലേ. അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ നമ്മളെ ബട്ടർ ചിക്കനും വെള്ളപ്പൊക്കെ തന്നെയാണ് കേട്ടോ പോകുമ്പോൾ ലഞ്ചിനായിട്ട് കൊണ്ടുപോയത്. ഒന്ന് ഞാനിടേ അങ്ങനത് മറിച്ചിടല്ലേ, മറിച്ചിട്ടോ. നോക്കിക്കോ, ക്യാമറ നോക്കിക്കോ, പേടിക്കട്ട. ചൂടൊന്നുമില്ല, വാല് ചൂടായിട്ടില്ല. കുറച്ചങ്ങോട്ട് കേട്ടി കൊടുക്കണം. നീ ക്യാമറയ്ക്ക് നോക്ക്. ഇങ്ങനെ ശരിയായ രീതിയിൽ കുക്കായിട്ടുണ്ടോന്ന് ഇങ്ങനെ കുറച്ച് നോക്കിയാൽ മതി. എന്നിട്ട് വീണ്ടും കിടത്തുക. നല്ല എളുപ്പമാണ്. അപ്പം വലിയ മീൻ ഫ്രൈ ചെയ്യാൻ മറിച്ചിടാനൊക്കെ സുഖം. വാല് മുറിഞ്ഞു പോയി കുട്ടികളെ. മുറിയാനായല്ലേ, നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിൽക്കൊരു മസാല ഉണ്ടാക്കണം കേട്ടോ. നല്ല അടിപൊളി മസാലയാണ്. മീൻ പൊരിച്ച് അതേ ഓയിൽ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ചെറിയ ഉള്ളി കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ സവോള ചെറുതാക്കി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. മസാല നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ബിസ്ക്കറ്റിൽ വന്നപ്പോ മാജിക് പോലിന്റെ കാലിന്റെ അടി റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ടപ്പ് വെച്ചിട്ടുണ്ട്. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ എന്നും ഒറ്റക്കാണല്ലോ ഉണ്ടാവുക, ആരും ഉണ്ടാവില്ല. താഹ ഓഫീസിൽ പോയിട്ടുണ്ടാവും, നിച്ച് സ്കൂളിലും പോയിട്ടുണ്ടാവും, മോന് പിന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ രസമാണ്.
പിന്നെ പൊതിച്ചോറും ആണല്ലോ. നമ്മളെ മീനിൻ്റെ വാലിന്മേൽ പിടിച്ച് സർക്കസ് കളിച്ച് അതിൻ്റെ വാല് പൊട്ടിപ്പോന്ന്. എന്നാലും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ മസാല ആ റോസ് സ്മെല്ല് മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, വേഗം അത് മസാല റെഡിയാവും. അപ്പം അത് അതിൻ്റെ മീനിൻ്റെ മേലൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും മീൻ ഫ്രൈ ആക്കണതിൻ്റെ മുന്നേ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിരുന്നു കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലാണ് പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിലേൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണയിൽ. പിന്നെ നമ്മൾ ആട്ടിച്ച നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലൊക്കെ മീൻ ഫ്രൈ ആക്കി എടുക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആവും. നമ്മളധികം ഫിഷിൻ്റെ ഐറ്റമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കടലുണ്ടി ആ ഭാഗം, പിന്നെ വേറെ എന്താ പറയുക എടപ്പാൾ ആ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല ഫിഷൊക്കെ കിട്ടണ, നാടൻ ഫുഡൊക്കെ കിട്ടണ നല്ല ചെറിയ ഹോട്ടലുകൾ. അവിടെ പോയിട്ടുണ്ട് കഴിക്കാം. പക്ഷേ ഇത് അതിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് സമയം ഇരുന്നാലാണ് കേട്ടോ വാഴൻ്റെ ഇലൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് പൊതിച്ചോറിന് അടിപൊളി ടേസ്റ്റ് ആവുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഇരുന്ന് 1 മണിക്കൂറിലധികം ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പൊതിച്ചോറ് ആദ്യം റെഡിയാക്കി വെച്ചിട്ടാണല്ലോ ഫിഷ് ഫ്രൈ ആക്കിയത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇരുന്നപ്പോഴത്തേക്കും എന്തായാലും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കുറച്ചും കൂടെ അധികം സമയം വെക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതിച്ചോറ് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പിന്നെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു രസമാണല്ലോ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഇനി ഒരു ദിവസം ചട്ടിച്ചോറും കൂടെ ഉണ്ടാക്കണം. ചട്ടിച്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പൊതിച്ചോറ് പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്നും, പിന്നെ കോഴിക്കോട് നിന്ന് തന്നെയാണ് തോന്നുന്നു 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും 2 ടൈപ്പിലുള്ള ചട്ടിച്ചോറായിരുന്നു. അപ്പം അടുത്ത് തന്നെ നമുക്കിനി ചട്ടിച്ചോറും ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.